ഇവിടെ എന്തുകൊണ്ടാണ് ജിന്ന് ബാധിക്കുന്നത്? ഈ ജിന്ന് ബാധിച്ചാൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ലഘുവായിട്ടൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജിന്ന് ബാധിക്കുന്നത് ആളുകളെ? എല്ലാ ജിന്നും ബാധിക്കുമോ? എല്ലാവരും ബാധിക്കുമോ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രധാനമായി 3 കാരണങ്ങളാണ് ജിന്ന് ബാധിക്കുന്നത്. ഒന്ന്, സ്നേഹം മൂലം. സ്നേഹം മൂലം എന്ന് പറഞ്ഞാൽ സുന്ദരിയായൊരു പെണ്ണ്, ആ സുന്ദര പെണ്ണോട് താല്പര്യം തോന്നുന്നു, അവൾ പ്രവേശിക്കുന്നു. അല്ലെ നല്ലൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനിൽ പ്രവേശിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് അവർ ശാരീരിക സുഖങ്ങൾ അനുഭവിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ലം യസ്മിസ്ഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ. അവർക്കും മനുഷ്യരോ ജിന്നുകളോ സ്പർശിച്ചില്ല. ഈ സ്പർശം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധമാണ്. ഇവിടെ ഇങ്ങനെ ചികിത്സക്ക് വരുന്ന ആളുകളെ അവരോട് ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്, അവരുമായി ശാരീരികബന്ധം പുറത്തുനിന്ന് അനുഭവപ്പെടാറുണ്ട് എന്നുള്ളതാണ്. അത് പുരുഷന്മാരും പറയാറുണ്ട്, സ്ത്രീകളും പറയാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം വെച്ചാൽ അവർ കല്യാണം കഴിച്ചാലും ഈ സ്ത്രീക്ക് ഭർത്താവിനും വേണ്ടി വരില്ല, ഭർത്താവിന് ഈ ആണിന് ഭാര്യയും വേണ്ടി വരില്ല. അവരല്ലാതെ തന്നെ അവർ ജീവിച്ചു പോവുകയാണ്. എന്ന് മാത്രമല്ല, ഗർഭം പോലും ധരിക്കില്ല. കാരണം ഗർഭിണിയാവുന്നതൊക്കെ ഈ ഉള്ളിലുള്ള ജിന്നിന് ഇഷ്ടമല്ല, ഗർഭിണിയാവുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഗർഭമൊക്കെ അലച്ചു പോകാനൊക്കെ. ഇനി ഈ ജിന്ന് പ്രവേശിക്കാനുള്ള ചില രംഗങ്ങളുണ്ട്. രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരാളേക്കും പെട്ടെന്ന് ഒരു ജിന്നും കടന്നു വരാൻ സാധ്യമല്ല. ഒന്ന്, ശക്തമായ പേടി, ശക്തമായി പേടിക്കുക. ചിലപ്പോൾ ഇടിമിന്നലായിരിക്കും, അല്ലെ ചിലപ്പോൾ എന്തെങ്കിലും സാധനം മുന്നിൽ വന്ന് വീണപ്പോഴായിരിക്കും പെട്ടെന്ന് പേടിക്കുക. ഒരിക്കലും ഒരു ജിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, നീ എങ്ങനെയാണ് പ്രവേശിച്ചെന്ന് ചോദിച്ചാൽ പറഞ്ഞത്, ഞാനൊരു കറുത്ത പട്ടി രൂപത്തിൽ ഇവളുടെ അടുത്ത് ചെന്നിട്ട് ഇവളെ ഞാൻ ഇങ്ങനെ ഓടിച്ച് അങ്ങനെ അവൾ വീണ് എന്നാണ് പറഞ്ഞത്. ഈ രോഗി ബോധത്തിലേക്ക് വന്ന സമയത്ത് ഈ സംഭവം ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ രോഗം തുടങ്ങുന്നതിന് മുമ്പുള്ള സംഭവം പറഞ്ഞു. അന്ന് വേനൽക്കാലമായിരുന്നു, മുറ്റത്ത് വെച്ചാണ് ഞങ്ങൾ കഞ്ഞിയൊക്കെ വെച്ചിരുന്നത്. അങ്ങനെ ഒരു കറുത്ത പട്ടി വന്ന് വല്ലാതെ ശല്യപ്പെടുത്തി. അപ്പം ഞാൻ ഉമ്മാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓടി വീടിനകത്തേക്ക് കയറി അവിടെ അങ്ങ് വീണ് എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഈ രോഗം ആരംഭിച്ചെന്നാണ് രോഗിയുടെ ബന്ധുക്കൾ പറയുന്നത്. കോഹിനൂര് വെച്ചിട്ട് കുണ്ടിൽ അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ജിന്ന് ശാസ്ത്ര സേവൻ്റെ അടുത്ത് പോകുന്നത്. അദ്ദേഹത്തിന് പോയിട്ട് അദ്ദേഹത്തിൽ ഖുർആൻ ഓതിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ തലവെച്ചാൻ ഖുർആൻ ഓതിയത്. അല്ല, അദ്ദേഹം ചികിത്സിക്കാൻ പറ്റില്ല. ഒരാളും സ്വയം ഇഷ്ടപ്പെടാതെ ചികിത്സ ഭരിക്കൂല. എനിക്ക് ചികിത്സിക്കണമെന്ന് ഒരാൾ ആത്മാർത്ഥ തീരുമാനിച്ചാൽ പോലും ചികിത്സിക്കാൻ പ്രയാസമാണ്. അങ്ങനെ ഒരാൾ തീരുമാനിച്ചതിന് ചികിത്സിക്കാൻ സാധ്യമല്ല, പ്രയാസം, ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ തല കഴിച്ച ഉടനെ ആ ആളുകൾ കണ്ടു നിന്നതാണ് അദ്ദേഹം ഇളകി എഴുന്നേറ്റ് ഓടി എന്നുള്ളത്. വയസ്സനായി വടിയും കുത്തിപ്പിടിച്ചെന്ന ആള് ഇത് ഓടി ഉടനെ ഇളകി, എന്നെ നിങ്ങൾ പുറത്താക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. അദ്ദേഹം മകനടക്കാൻ സാക്ഷിയാണ്. അതിനുശേഷം അയാൾ പൂജ ചെയ്യുന്ന റൂം സന്ദർശിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ കുറേ നിർബന്ധിച്ച് അയാൾ സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം പൂജ ചെയ്യുന്ന റൂമിലേക്ക് ചെന്ന് അവിടെ ചെന്നപ്പോൾ ഒരു കറുത്ത പൂച്ച ചാടി വന്നു ഉടനെ ഒന്നും കയ്യിലൊന്നുമില്ല എന്നൊരു സ്റ്റൂളാണ് എടുക്കുന്നത്. ആ സ്റ്റൂൾ കൊണ്ട് അടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴും പൂച്ച ജനലിന്റെ പുറത്ത് ചാടികളും ഇങ്ങനെ ഭയങ്കര പ്രതിഷേധത്തോടു കൂടി ഇങ്ങനെ വായി തുറന്നു നിന്നു. അപ്പോ നോക്കുമ്പോഴുണ്ട് അവിടെ ഒരു തടി ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറകിലായിട്ട് 2 കറുത്ത പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ചെന്നാൽ ഈ പൂച്ചക്കുഞ്ഞുങ്ങളെ ഉദരിച്ചെന്ന് വിചാരിച്ചില്ല ഈ പൂച്ച ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഇതിൽ. പിന്നീട് ഞാൻ പല സ്ഥലങ്ങളിലും പൂച്ചക്കുഞ്ഞുങ്ങളുള്ളിടത്ത് പൂച്ചേൻ്റെ അടുത്ത് പോയിട്ട് പല ടെസ്റ്റുകൾ നടത്തി. എന്തെങ്കിലും ചെയ്താൽ പൂച്ച ഇങ്ങനെ കാണിക്കുമെന്ന് അറിയാൻ വേണ്ടി. പൂച്ച ഇങ്ങനെ ചിലപ്പോൾ ഒന്ന് കരഞ്ഞൊക്കെ വരുമെന്നല്ലാതെ ഈ പൂച്ച കാണിച്ച പോലുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ എൻ്റെ കൂടെ വന്ന ആളുകൾക്ക് സാക്ഷിയാണ്. ഇതിനുശേഷം ഞാൻ പല ജിന്ന് സേവ ചെയ്യുന്ന സ്ഥലങ്ങൾ നോക്കുമ്പോൾ ഈ കറുത്ത പൂച്ചകളൊക്കെ കൂടുതൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില കേസിൽ നമ്മൾ കാണാൻ സാധിക്കും, വർഷങ്ങളായിട്ട് ഇങ്ങനെ കുട്ടി ഉണ്ടാവാതെ എന്നും പൂജാരി അടുത്ത് പോയിട്ട് അവസാനം പൂജ ഒക്കെ ചെയ്തപ്പോൾ ഉടനെ തന്നെ കുട്ടി ഉണ്ടായി. അല്ലെങ്കിൽ ആ തുലാഭാരം കഴിച്ചപ്പോൾ ഉടനെ കുട്ടി ഉണ്ടായി. അല്ല ഇന്ന ജാർത്തിപ്പ് നേരത്തെ ഉടനെ കുട്ടി ഉണ്ടായി എന്നൊക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രവർത്തനം മൂലം ഇവരിൽ ബാധിക്കുന്ന ജിന്നങ്ങൾ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓക്കെ. പിന്നെ ചില വിവാഹ ബന്ധം തടസ്സപ്പെടുന്ന ചില സീറൊക്കെ എങ്ങനെ വെച്ചാൽ ഭർത്താക്കന്മാർ ഇങ്ങനെ കാണും, അല്ല പുതിയാപ്പിളമാർ വന്നിങ്ങനെ കാണും, ഒരു പ്രാവശ്യം വരുള്ളൂ, പിന്നെ അങ്ങോട്ട് വരില്ല. അങ്ങനെ പിന്നെ ഡസൻ കണക്കിന് ആളുകൾ വന്ന് കാണുകയും എന്നാൽ പെണ്ണിനുള്ള സൗന്ദര്യമുണ്ട്, പക്ഷെ വിവാഹം നടക്കില്ല. അങ്ങനെയുള്ള കേസ് 2-3 പ്രാവശ്യമായി ഖുർആൻ അനുസരിച്ചുള്ള ചികിത്സ, ഖുർആൻ ഓതി ചികിത്സിച്ച ചെയ്തിട്ട് കല്യാണം നടക്കുന്ന സംഭവങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ വന്ന് കണ്ട അതേ പയ്യൻ
വിവാഹം കഴിച്ചായിട്ട്. മറിച്ച് എത്രയോ ആളുകൾ വന്ന് കണ്ടു. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ സംഭവിക്കുന്നത് പിന്നെ ഈ യുവാവ് വന്ന് ഈ യുവതിയെ കാണുമ്പോൾ പിശാച് തഹയിലുണ്ടാകും. തഹയിൽ എന്ന് നമുക്കറിയാലോ, മൂസാ നബി ഇസ്ലാമിന്റെ ഇതിനോട് എതിർക്കാൻ വന്ന സാഹർമാരാന്ത് ചെയ്തത് കയറും വടിയൊക്കെ ഇട്ട് പാമ്പാക്കി കാണിച്ചതുപോലെ ഈ സ്ത്രീയുടെ മുഖം ഒന്നിൽ വിരൂപമാക്കുകയോ അല്ലെങ്കിൽ ഒരു കിളവിയുടെ രൂപമൊക്കെ കൊടുക്കും. അപ്പോൾ കാണുമ്പോൾ ഈ ബാക്കിയുള്ളവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ ഈ യുവാവിന് നോക്കുമ്പോൾ ഒരു ഇഷ്ടപ്പെട്ട രൂപമല്ല. മാത്രമല്ല ഒരു മനസ്സിന് ആശ്വാസം ഉണ്ടാവില്ല, ഇനി അങ്ങോട്ട് പോകണ്ട എന്നുള്ള തോന്നുക. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ മുഖമൊക്കെ ഈ പ്ലാസ്റ്റിക് റബ്ബർ വലിച്ച് നീട്ടുന്ന പോലെ വലിച്ച് നീട്ടുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പെൺകുട്ടി പറഞ്ഞാണ്. അങ്ങനെ വിവാഹം നടക്കാത്ത അവസ്ഥ ഉണ്ടാകും. ഇത് ജമാൽ ചെറുവാടി, മൗലവി ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവും ISM മുൻ വൈസ് പ്രസിഡന്റുമായ ഇദ്ദേഹം നടത്തുന്ന ജിന്ന് ചികിത്സാ കേന്ദ്രം ഇന്ന് കുപ്രസിദ്ധമാണ്. അതേപറ്റി മടവൂർ ഗ്രൂപ്പിലെ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ പറയുന്നത് കേൾക്കുക. ജമാൽ മൗലവിയുടെ ചികിത്സാ സാധ്യതകൾ കണ്ടറിഞ്ഞാണ് ഒരു പണിയുമില്ലാത്ത ചില ആളുകൾ തലയെക്കെട്ട് കെട്ടി സുന്നി പണ്ഡിതന്മാർ എന്ന വ്യാഖ്യാന കൂട്ടത്തോടെ മൗലവി ഗ്രൂപ്പിലേക്ക് ചേക്കേറുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക. മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറിക്കൂടുമെന്നും കേവലം ശാരീരികമായ ചികിത്സകൾ കൊണ്ട് മതിയാവില്ല, അതിനാത്മീയമായ ചികിത്സകൾ വേണം. അത് വടികൊണ്ടുമാവാം. ജമാൽ ചെറുവാടി എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ വലിയൊരു നേതാവാണ് അദ്ദേഹം. 22 നമ്മൾ അയാക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ട് ചികിത്സ അറിഞ്ഞു. ഞാൻ അറിയാത്തത്രണ്ട് എനിക്കറിയാം. ഒരു പെൺകുട്ടി എന്തോ മാനസികമായ ദോഷം കാണിച്ചു. ഇയാൾ പരിശോധിക്കുക. ഇയാൾ ഡോക്ടറല്ല, ഇയാൾ എഞ്ചിനീയർ അല്ല, കൃത്യമായി പറഞ്ഞാൽ മതപണ്ഡിതൻ പോലും അല്ല. കാരണം എന്താ? സ്കൂളും കഴിഞ്ഞിട്ടില്ല, മദ്രസയും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ കഴിയണ്ടോ? ഭൗതിക വിദ്യാഭ്യാസം ഒന്നുകിൽ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം രണ്ടുമില്ല. ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയെ പരിശോധിക്കാൻ എന്നിട്ട് പരിശോധിച്ചിട്ട് ജിന്നിനെ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവസാനം ഇങ്ങനെ നോക്കുമ്പോ ഒരു വിരലിങ്ങനെ അളകുന്നു, കുട്ടിയില്ല. ഇയാൾ പറഞ്ഞു, ഈ വിരലിന്മേലാണ് ജിന്ന്, ഈ വിരലിന്മേലാണ് ജിന്ന്, എന്താ പ്രതിനിധി? അടിക്കണം. കുട്ടിയുടെ ആങ്ങളമാർ ഇടപെട്ടത് കൊണ്ട് കുട്ടിക്ക് അടികിട്ടാതെ തീർന്നില്ല. തൊട്ടടുത്തുടനെ ഇടമണ്ണയിലെ മുണ്ടേങ്ങരയിലുള്ള ഒരു പെൺകുട്ടി, അത്യാവശ്യം പ്രായപൂർത്തിയായിരിക്കുന്ന പെൺകുട്ടി, അവർക്ക് ഈ അടുത്ത് എന്തോ ഒരു മാനസിക അസ്വാസ്ഥ്യമുണ്ടായി. ഇതിന് കൂടിയതാണെന്നാണ് വിധി. ജമാലിന്റെ അരികിൽ വന്നു. ജമാൽ എന്ത് ചെയ്തു? ഈ കുട്ടിയെ അടിച്ചു. കുട്ടി നെത്തോട്ടം കൊടുക്കുകയാണ്. എന്തൊക്കെ പരാക്രമങ്ങൾ നടത്തിയിട്ടും പ്രതിവിധിയില്ല. അവസാനം എന്ത് ചെയ്തു? കുട്ടിയെ മരത്തിൽ കടത്തിയിട്ട് ആ കുട്ടിയുടെ കാൽഭാഗത്ത് കയറിയില്ല. ബാക്കി ഞാൻ പറയണ്ടല്ലോ. അവിടുന്ന് കൂട്ടി കുട്ടിയിട്ട സംഗതികളാണ്. ആ കാര്യം നിന്നപ്പോ ആങ്ങളമാർക്ക് മനസ്സിലായി ഇത് അപകടത്തിലേക്കാ പോകുന്നത്. അവർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ എത്തിയപ്പോ ജമാൽ രക്ഷപ്പെട്ടു. ഇതെന്തിന്റെ പേരില? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരില. നമ്മൾ പണ്ട് കേട്ടത് വേറെ പലതിന്റെയും പേരിലായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരില. നിങ്ങൾ ആലോചിക്കുക, ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി കുറച്ച് ആൾക്കാർ വന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി എന്നാണ് പറയേണ്ടത്. എന്റെ സമസ്തക്കാർ വരെ വലിച്ചെറിഞ്ഞിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ജീർണതകളെയും കുടിയയറ്റുവാൻ ഏതെങ്കിലും അറബി പത്രത്തിന് അനുവാദമുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ ചില മുസ്ലിയാക്കന്മാർ വേഷം കെട്ടി രംഗത്ത് വന്നു. ആ വേഷം കെട്ടലിൽ ഇങ്ങനെ കുറെ മനുഷ്യന്മാരുടെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാടെണ്ണം ഈ അടുത്തോടെ എപ്പോഴും അറിഞ്ഞിട്ടുണ്ടല്ലേ, ഒരു 3-4 മണിയോടെ അറിഞ്ഞിട്ടുണ്ട്. കരുതിക്കൊള്ളു. നമ്മളെ വിശ്വാസത്തെ, നമ്മുടെ ആദർശത്തെ ചോർത്തിയെടുക്കാൻ, തിരഞ്ഞെടുക്കാൻ, പറിച്ചെടുക്കാൻ, എന്നിട്ട് ആദർശ ശൂന്യരായി നരകത്തിലേക്ക് വലിച്ചേക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ. ചികിത്സാ രീതികളാണ്, പ്രാകൃതമായ ചികിത്സാ രീതികൾ. മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ ജമാൽ